അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ജാവ ഫേൺ അക്വേറിയങ്ങളിലെ വാട്ടർ ചേഞ്ച് ആണ്. അപ്പോൾ 2 അക്വേറിയങ്ങളിലും ജാവ ഫേണുകൾ നന്നായിട്ട് തിക്കായിട്ട് നിൽക്കുന്നുണ്ട്. ഈ കാണുന്ന അക്വേറിയത്തിൻ്റെ മുകളിൽ പാട പോലെ ചെറിയൊരു സംഭവം നിങ്ങൾക്ക് കാണാം. കുത്തു പോലെ ഇങ്ങനെ ഒരു ഫംഗസ് പോലത്തെ സംഭവമാണ്. അപ്പോൾ അത് പെട്ടെന്ന് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ വാട്ടർ ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിനകത്ത് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല, പാട പോലെയൊന്നും വന്നിട്ടില്ല, നല്ല ക്ലിയർ ആയിട്ടാണ് വെള്ളം കിടക്കുന്നത്. ഈ അക്വേറിയത്തിലാണ് കുറച്ച് ഇഷ്യൂ വന്നിട്ടുള്ളത്. ഇങ്ങനെ ഈ ഒരു സംഭവം, ഈ ഫംഗസ് പോലത്തെ സംഭവം, ഇതിനകത്ത് കിടക്കുന്നത് കുറച്ച് പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങളാണ്. അത് നമുക്ക് പിടികിട്ടാതെ അങ്ങനെ പെട്ടുപോയതാണ് അതിനകത്ത്. പിന്നെ ഇതിനകത്ത് കിടക്കുന്നത് ആൽബിനോ ഫുൾ റെഡ് ഗപ്പികൾ 3 എണ്ണം കിടക്കുന്നുണ്ട്. അപ്പോൾ അവരെ നമ്മൾ പിടിച്ചു മാറ്റിയിട്ട് പുതിയ പെയറിനെ 2 അക്വേറിയങ്ങളിലും ഇന്ന് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജാവ ഫേണുകൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ട്രേകളിൽ കുറച്ച് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. 2 അക്വേറിയങ്ങളിലെയും സെപ്പറേറ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് 2 എണ്ണം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളത്. കാരണം ഒരെണ്ണത്തിൽ ഈ ഫംഗസ് വന്നതുകൊണ്ട് അത് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് വേണം തിരിച്ച് അക്വേറിയത്തിൽ ഇടാനായിട്ട്. അപ്പോൾ രണ്ടും കൂടി നമ്മൾ ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ 2 അക്വേറിയങ്ങളിലും ഈ ഒരു സംഭവം സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 2 സെപ്പറേറ്റ് ട്രേകൾ എടുത്തത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ആ ഒരു ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളുടെ ടാങ്കിൽ നിന്ന് അവരെ പിടിച്ച് ഈ ചെറിയ കണ്ടെയ്നറിൽ ഇട്ടിട്ടുണ്ട്. ഈ രണ്ടാമത്തെ അക്വേറിയത്തിൽ പ്ലാറ്റി കുഞ്ഞുങ്ങളെ അത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുഞ്ഞുങ്ങളെ പിടിച്ച് രണ്ടാമത്തെ കണ്ടെയ്നറിൽ ഇടും. ഈ അക്വേറിയങ്ങളിൽ ഇനി മുമ്പത്തെ പോലത്തെ ഒരു പ്രോപ്പർ റീസെറ്റിംഗ് കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര അധികം ജാവ ഫേണുകളാണ് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് ചെറിയ സൈസ് കുറേ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിനി നമ്മൾ മുമ്പ് ചെയ്തിരുന്ന പോലെ പോട്ടുകളാണ് നമ്മൾ അടിഭാഗത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പോട്ടുകളിലാണ് പ്ലാന്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇനി തൊട്ട് നമുക്ക് പോട്ടുകൾ വെക്കാനായിട്ട് പറ്റില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോട്ടുകളിൽ നമ്മൾ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഇതുപോലെ ചെറിയ ചെടികൾ ഫ്ലോട്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് സൺലൈറ്റ് കിട്ടാതെ ആ അടിയിൽ പോട്ടിൽ വെച്ചത് ചിലപ്പോൾ കേടായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇനി പോട്ട് വെക്കുന്നില്ല. പോട്ട് വെക്കാതെ ജസ്റ്റ് ഫ്ലോട്ട് ചെയ്ത് ഇടാണ്. അടിഭാഗത്തൊക്കെ ആയിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്ത് ഇടാൻ പോവുകയാണ്. ഈ കാണുന്ന കണ്ടെയ്നറിൽ ഒരു ആപ്പിൾ സ്നെയിൽ കിടക്കുന്നുണ്ട്. അത് തൊട്ടടുത്ത് നമ്മുടെ ചെറിയൊരു ടബിൽ കിടന്നിരുന്നതാണ്. അപ്പോൾ അതിനെയും നമ്മൾ ഈ കാണുന്ന ഗപ്പികളെല്ലാത്തിനെയും നമ്മൾ ഔട്ട്ഡോർ ടാങ്കിലേക്കാണ് മാറ്റാൻ പോകുന്നത്. ഇന്നലെ ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഔട്ട്ഡോർ ടാങ്കിലാണ് നമ്മൾ വലിയ കുഞ്ഞുങ്ങൾ വലുതായത്, അതായത് ഈ ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളുടെ കുഞ്ഞുങ്ങൾ വലുതായ സൈസിന്, അതായത് വലിയ സൈസിനെല്ലാം നമ്മൾ ഔട്ട്ഡോർ ടാങ്കിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളെല്ലാത്തിനെയും നമ്മൾ അതിൽ കൊണ്ടിട്ടിട്ട് പുതിയ ഫ്രഷ് പെയറിനെയാണ് നമ്മൾ ഈ അക്വേറിയങ്ങളിലേക്ക് ഇനി റീസെറ്റ് ചെയ്തതിന് ശേഷം ഇടാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ക്ലീനിങ് പരിപാടികൾ തുടങ്ങാം. ആദ്യം നമുക്ക് ഈ കംപ്ലീറ്റ് ജാവ ഫേണുകൾ ട്രേകളിലേക്ക് മാറ്റേണ്ടതുണ്ട്. കണ്ടില്ലേ, നിറച്ചുണ്ട് ഇതിനകത്ത്. ചെറിയ പ്ലാന്റ്സ് ആണ് നിറച്ചുണ്ടായിട്ടുള്ളത്. കാരണം ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടന്നാലും ഇവർ വലുതാവും ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ വലിയ സൈസിലേക്ക് വരില്ല ഒരിക്കലും. ഈ കാണുന്ന സൈസ് ഉണ്ടല്ലോ, ഈ സൈസിൽ അവരിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. കാരണം ആവശ്യത്തിന് സൺലൈറ്റ് ഇതിലേക്ക് കിട്ടുന്നുണ്ട്. സൺലൈറ്റും പിന്നെ ന്യൂട്രിയൻസും ഉണ്ട്. കാരണം ഇതിനകത്ത് മീനുകൾ കിടക്കുന്നുണ്ട്. മീനുകളുടെ വേസ്റ്റ് ഇവർ വളമായിട്ട് യൂസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഫീഡ് ചെയ്യുന്ന ഫുഡ്, ആ ഫുഡിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ചെടി വലിച്ചെടുത്ത് ഇതിങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. നാച്ചുറൽ റീപ്രൊഡക്ഷൻ നടക്കും. അതായത് ഇതിൻ്റെ റൈസോം ഇലകൾക്കടിയിൽ നിന്ന് ചെറിയ ബേബി പ്ലാന്റ്സ് ഉണ്ടായി വന്നിട്ട് അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഈ കാണുന്നതെല്ലാം. കണ്ടില്ലേ, നിറച്ച് ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. നാച്ചുറൽ റീപ്രൊഡക്ഷൻ നടക്കുന്നതാണ്. ഈ കാണുന്നതെല്ലാം ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നതാണ്. പോട്ടിനകത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത് വളരെ കുറച്ച് എണ്ണം മാത്രമാണ് നമ്മൾ പോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചത്. പിന്നെ ഇത്തരത്തിലുള്ള റൈസോം പ്ലാന്റ്സ് ഞാൻ മുമ്പ് പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പോട്ടിൽ സെറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ പലരും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. സാധാരണ ഇത്തരത്തിലുള്ള റൈസോം പ്ലാന്റ്സ്, അതായത് ജാവ ഫേൺ, അനൂബിയാസ് പോലുള്ള ചെടികളൊന്നും പോട്ടിൽ അല്ലെങ്കിൽ സാൻഡിൽ ഗ്രാവലിലൊന്നും സെറ്റ് ചെയ്യാറില്ല. ഇത് സാധാരണ ഡ്രിഫ്റ്റ് വുഡുകളിൽ കെട്ടിവെച്ച് കൊടുക്കുക, അങ്ങനെയുള്ള പരിപാടികളാണ് ചെയ്യാറുള്ളത്. കാരണം ഇത് റൈസോം പ്ലാന്റ് ആണ്. ഈ സാൻഡ് അല്ലെങ്കിൽ ഗ്രാവലിൽ ഇത് നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ റൈസോം ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ നടുക എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇത് ഞാൻ ക്ലിയർ ആയിട്ട് മുമ്പ് ചെയ്ത വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇത് പ്രോപ്പറായിട്ട് നടുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, റൈസോം അടക്കം നമ്മൾ മണ്ണിലേക്ക് താഴ്ത്തി വെക്കുക അല്ലെങ്കിൽ നമ്മുടെ ഗ്രാവലിലേക്ക് താഴ്ത്തി വെക്കുക എന്നാണ് നമ്മൾ പെട്ടെന്ന് ധരിക്കുന്നത്. അങ്ങനെയല്ല ഇതിൻ്റെ നടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത്. അതായത് പോട്ടിനകത്ത് നമുക്ക് ഗ്രാവൽ സാൻഡോ യൂസ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ വേര് മാത്രമാണ് നമ്മൾ ഗ്രാവലിൻ്റെ അടിയിലേക്ക് അല്ലെങ്കിൽ മണ്ണിലേക്ക് താഴ്ത്തി വയ്ക്കുന്നത്. റൈസോം എപ്പോഴും മണ്ണിന് മുകളിലായിരിക്കും നിൽക്കുക. ഒരിക്കലും റൈസോം മണ്ണിന് താഴത്തേക്കോ അല്ലെങ്കിൽ ഗ്രാവലിൻ്റെ ഉള്ളിലേക്കോ പോകാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ റൈസോം ചീഞ്ഞു പോകും, ചെടി മൊത്തം കേടായി പോകും. അതുകൊണ്ട് ജനറലി പൊതുവേ പറയുന്നത് ഇത്തരം റൈസോം പ്ലാന്റ്സ് ഒരിക്കലും ചെടിയിലോ ഗ്രാവലിലോ നമ്മൾ നടാൻ പാടില്ല എന്നാണ്. പക്ഷേ അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസോം മണ്ണിലേക്ക് താഴ്ത്തി വെക്കരുതെന്നാണ്. അപ്പോൾ അത് ജസ്റ്റ് ഓർത്തിരിക്കുക. റൈസോം വെള്ളത്തിന് മുകളിൽ വെച്ച് അതിൻ്റെ വേര് മാത്രം നമുക്ക് ഗ്രാവലിലേക്കോ മണലിലേക്കോ താഴ്ത്തി വെച്ച് നമുക്ക് പോട്ടിൽ സെറ്റ് ചെയ്യാം. ഒരു കുഴപ്പമില്ല, നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. നമ്മളതിൻ്റെ ഡെമോൺസ്ട്രേഷൻ കാണിച്ചിട്ടുമുണ്ട്. നമ്മുടെ കയ്യിലുള്ള അനൂബിയാസ്, നാനയും മിനിമയും നമ്മൾ ഇതേപോലെ തന്നെ ഒരു പോട്ടിനകത്ത് സാൻഡിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഈ പറഞ്ഞ പോലെ തന്നെ റൈസോം മണലിന് മുകളിൽ നിൽക്കുന്ന രീതിയിൽ വേണം സെറ്റ് ചെയ്യാനായിട്ട്. വേര് മാത്രം നമ്മൾ വെച്ച് കൊടുത്താൽ മതി, മണലിൻ്റെ ഉള്ളിലേക്ക് താഴ്ത്തി കൊടുത്താൽ മതി. അത് അടിപൊളിയായിട്ട് തന്നെ ആ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ ഫിക്സഡ് ആയിട്ട് നിന്നോളും. റൈസോം മണലിന് മുകളിൽ നിൽക്കുന്നത് കൊണ്ട് ഒരിക്കലും അത് ചീഞ്ഞു പോവില്ല. വേര് മാത്രമാണ് മണലിലേക്ക് താഴ്ന്നു പോകുന്നത്.
ഇത് നമ്മൾ എടുത്ത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പലരും അത് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ഇനി പ്രൊഫഷണലായിട്ട് ഇത്തരം ചെടികളൊക്കെ വളർത്തുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ തെറ്റായിട്ടുള്ള രീതിയിലാണ് പറയുന്നതെന്ന് തെറ്റിദ്ധരിക്കും. അതുകൊണ്ടാണ് ഞാൻ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞത്. റൈസോം മണ്ണിൻ്റെ മുകളിൽ വേണം നിൽക്കാനായിട്ട്, അല്ലെങ്കിൽ ഗ്രാവലിന് മുകളിൽ വേണം നിൽക്കാനായിട്ട് എന്നുള്ള കാര്യം. ഇനി നമ്മൾ പോട്ടൊന്നും തിരിച്ച് വെക്കുന്നില്ല, കംപ്ലീറ്റ് പോട്ടുകൾ നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വോള്യം കൂടുതലുണ്ട്, അതായത് നമ്മുടെ അക്വേറിയങ്ങളിൽ നിറച്ച് ചെടികളുണ്ട്. അങ്ങനെ നിറച്ച് ചെടികൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോട്ടിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഗ്രോത്ത് കിട്ടില്ല. കാരണം അടിയിലാണ്, ഇത് കണ്ടില്ലേ, അടിഭാഗത്ത് നിറച്ച് പോട്ടുണ്ട്. ഈ പോട്ടിലാണ് നമ്മൾ പണ്ട് സെറ്റ് ചെയ്ത് വെക്കാറ്. ആ സമയത്ത് മുകളിലൊന്നും ഫ്ലോട്ട് ചെയ്ത് കിടക്കാറുണ്ടായിരുന്നില്ല. ഇപ്പം നിറച്ച് മുകളിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ അടിയിലുള്ള നമ്മൾ പോട്ടിൽ സെറ്റ് ചെയ്ത് വെക്കുന്നതൊന്നും വളരില്ല ശരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ പോട്ട് വെച്ചിട്ട് കാര്യമില്ല. ഇനി നമ്മൾ പുതിയ അക്വേറിയം വാങ്ങി അതിനകത്ത് പോട്ട് സെറ്റ് ചെയ്തതിന് ശേഷം അതിനകത്ത് ആ പോട്ടിൽ ഇൻഡിവിജ്വൽ പ്ലാന്റ്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാം. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഫുള്ളായിട്ട് ഇതുപോലെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾ പോട്ട് സെറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെയാവുമ്പോൾ ഇതിന് 360 ഡിഗ്രി ഓൾറെഡി ലൈറ്റ് കിട്ടാറുണ്ട്. പക്ഷേ പോട്ട് ഇരിക്കുമ്പോൾ അടിഭാഗത്ത് ലൈറ്റ് കിട്ടാറില്ല. ഇപ്പോൾ കണ്ടില്ലേ, അടിഭാഗത്ത് ലൈറ്റ് വരുന്നുണ്ട്, എന്നിട്ട് ഗ്ലാസ് വഴി അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫുൾ സൈഡിലേക്ക് ഇപ്പോൾ ലൈറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഉള്ള ചെടികൾ നല്ല രീതിയിൽ വളർന്നോളും. ലൈറ്റും അതുപോലെ നമ്മൾ മീനിനെ ഇടുന്നുണ്ട്. ആൽബിനോ ഫുൾ റെഡ് ഗപ്പികൾ ഓരോ പേരിനെ വീതം പുതിയതിനെ നമ്മൾ ഔട്ട്ഡോർ ടാങ്കിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന് ഇതിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ പിന്നെ ന്യൂട്രിയൻസും കാര്യങ്ങളും കിട്ടും, ലൈറ്റും കിട്ടും, അത്യാവശ്യം സ്പേസും കാര്യങ്ങളുമായി. അപ്പോൾ പിന്നെ ഇനി പ്രശ്നമൊന്നുമില്ല, ഇവർ ഇതിനകത്ത് കിടന്ന് മൾട്ടിപ്ലൈ ആയിക്കോളും. ഇനി നമുക്ക് വലിയ, ഇപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഈ ഒരു സൈസിൽ തന്നെയാണ് മിക്കവാറും ഗ്രോത്ത് നിൽക്കുന്നത്. വലിയ സൈസിലേക്ക് വളരില്ല. വലിയ സൈസിലേക്ക് വളരണമെന്നുണ്ടെങ്കിൽ പോട്ടിൽ നമ്മൾ വലിയ സ്പേസ് അക്വേറിയങ്ങളിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും നമ്മൾ ഫ്രഷ് വെള്ളം നിറച്ച് അക്വേറിയത്തിൽ ചെടികൾ തിരിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇടാനായിട്ടുള്ള ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളെ 2 പേരിനെ ഈ ഒരു ഔട്ട്ഡോർ ടാങ്കിൽ നിന്ന് എടുക്കാം. അതിൽ നിന്ന് കിട്ടിയ ഫീമെയിലുകളെ നമ്മൾ അതിനകത്ത് ഇനി തിരിച്ചിടുന്നില്ല. നമ്മൾ കുറച്ച് നാൾ ഇതിലിടാമെന്ന് വിചാരിച്ചു. ഇത് കുറച്ചും കൂടി സ്പേഷ്യസ് ആണ്. അപ്പോൾ അവർ കുറച്ചും കൂടിയും ഇതിനകത്ത് അടിപൊളിയായിട്ട് നടന്നോളും. മാത്രമല്ല ഇവർ കുറേ നാൾ അക്വേറിയത്തിൽ കിടന്നതാണ്. അപ്പോൾ അവർക്ക് ഈ ഒരു സ്പേസ് ആയിരിക്കും കൂടുതൽ ബെറ്റർ ആയിട്ട് വരുന്നത്. കാരണം ഇത് കുറച്ച് നീളമുള്ള ഔട്ട്ഡോർ ടാങ്കാണ്. വലിയ ടാങ്കൊന്നും അല്ല, നമ്മൾ സെറ്റ് ചെയ്തതാണ്. വീടിൻ്റെ സൈഡിൽ ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ച് നമ്മൾ സെറ്റ് ചെയ്തതാണ്. എങ്കിൽ ഇതിനകത്ത് കിടക്കുന്ന മീനുകളെല്ലാം നല്ല ഹെൽത്തി ആൻഡ് ഹാപ്പിയാണ്. ഇതിനകത്ത് നമ്മൾ ഫീഡ് ചെയ്യാറുണ്ട്. ഓരോ ദിവസം ഇടവിട്ടാണ് ഫീഡ് ചെയ്യുന്നത്. നമ്മൾ ബീറ്റാ ഫിഷിന് കൊടുക്കുന്ന ചെറിയ പെല്ലറ്റാണ് ഫീഡ് ചെയ്യുന്നത്. പിന്നെ ഓരോ ദിവസം ഇടവിട്ട് നമ്മൾ എയറേഷൻ കൊടുക്കുന്നുണ്ട്. വെള്ളം നല്ല കണ്ടീഷനായിട്ട് ഗ്രീൻ കളറിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഇവർ ഈ ഫുൾ റെഡ് ഗപ്പികളുടെയൊക്കെ കളറും അതുപോലെ പ്ലാറ്റുകൾ കിടക്കുന്നുണ്ട്. ഇതിനകത്ത് കൂലി ലോച്ചുകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കളറൊക്കെ നല്ല ബ്രൈറ്റ് റെഡായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ആൽഗെ വാട്ടറിൽ നമ്മൾ ഇത്തരത്തിലുള്ള ബ്രൈറ്റ് കളറുള്ള മീനുകളെ വളർത്തുമ്പോൾ അവരുടെ കളർ നല്ല രീതിയിൽ ഫെയ്ഡ് ആവാതെ നിൽക്കും. അപ്പോൾ അതേ നമ്മൾ കോരിയിട്ട് നമുക്ക് കുറച്ച് ഫീമെയിലുകളെയും മെയിലിനെയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു പേരിനെ നമുക്ക് ഇതിൽ നിന്ന് പിടിക്കാം. ഒരു പേരിനെ അല്ല, 2 അക്വേറിയത്തിലേക്കും കൂടിയിട്ട് 2 പേരിനെ നമുക്ക് പിടിച്ചു മാറ്റാം. ഈ കാണുന്ന ഫീമെയിലുകളും മെയിലുകളും എല്ലാം നമ്മുടെ അക്വേറിയത്തിൽ ബ്രീഡായതാണ്. നമ്മൾ ഒരു പേരിനെ നമ്മൾ അക്വേറിയം ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. എന്നിട്ട് ആ ഒരു അക്വേറിയത്തിൽ കൊണ്ടിട്ടു. അത് അവിടെ കിടന്ന് ബ്രീഡായിട്ട് നമുക്കൊരു 8-9 കുഞ്ഞുങ്ങളെ കിട്ടി. ആ കുഞ്ഞുങ്ങളെ നമ്മളൊരു ട്രേയിലിട്ട് ഒരു മീഡിയം സൈസ് ആയതിനു ശേഷമാണ് ഈ ടാങ്കിൽ കൊണ്ടുവന്നിട്ടത്. ഈ ടാങ്കിൽ കൊണ്ടുവന്നിട്ടതിന് ശേഷം എല്ലാം അഡൾട്ട് സൈസിലേക്ക് മാറി. ഗപ്പികൾക്ക് വളരാൻ പറ്റിയൊരു ആംബിയൻസ് ആണ് ഈ ഒരു ചെറിയ ടാങ്ക്. കാരണം ഇതിൻ്റെ കണ്ടീഷനും കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്. നല്ല വെൽ കണ്ടീഷൻഡായിട്ട് കിടക്കുന്ന വെള്ളമാണ്. അത്തരം സാഹചര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടിരിക്കും. നല്ല ഇമ്മ്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ ആയി ഇരിക്കും. എല്ലാ ഫീമെയിലുകളും ഒരു ബ്രീഡിംഗ് സ്റ്റേജിലേക്ക് ആയിട്ടുണ്ട്. ഫീമെയിലുകളാണ് നമ്മൾ കുഞ്ഞുങ്ങൾ വലുതായാലും ഏറ്റവും കൂടുതലുള്ളത്. മെയിൽ 2 എണ്ണേ ഉള്ളൂ. അപ്പോൾ എന്തായാലും 2 എണ്ണം ഉള്ളത് നന്നായി. കാരണം നമുക്ക് 2 അക്വേറിയത്തിലേക്കും ഓരോന്നിനെ കിട്ടി. പിന്നെ അക്വേറിയങ്ങളിലെ ചെടികൾ വളരാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനകത്ത് ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ മീനുകൾ വേണം. മീനുകളുടെ വേസ്റ്റും പിന്നെ നമ്മൾ കൊടുക്കുന്ന പെല്ലറ്റിൻ്റെ വേസ്റ്റൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെടികൾ വളരുന്നത്. അപ്പോൾ ആ ചെടികൾ തിക്കായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവർ ബ്രീഡായി കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒളിച്ച് നിൽക്കാനായിട്ട് ഇഷ്ടംപോലെ ഹൈഡിങ് സ്പോട്ടുകളായി. അപ്പോൾ എന്തായാലും നമുക്ക് 2 പേരിനെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ടാങ്കിൽ നിന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് ഓരോ പേരിനെ വീതം ഓരോ അക്വേറിയത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവർ കുറേ നാൾ ആ ഒരു ഔട്ട്ഡോർ ടാങ്കിൽ കിടന്നതുകൊണ്ട് ഈ അക്വേറിയത്തിൽ സെറ്റ് ആവാനായിട്ട് കുറച്ച് സമയം എടുക്കും. അറ്റ്ലീസ്റ്റ് ഒരാഴ്ചയെങ്കിലും എടുക്കും ഇത് ഫുള്ളായിട്ട് ഈ ഒരു അക്വേറിയത്തിൽ സെറ്റായി വരാനായിട്ട്. സെറ്റായി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ തരം ചെടികളൊക്കെ നല്ല രീതിയിൽ വളരണമെന്നുണ്ടെങ്കിൽ അതൊരു ശരിക്കും പറയുകയാണെങ്കിൽ സ്റ്റേബിളായിട്ട് നിൽക്കണം. ഇങ്ങനെ അത് നേരത്തെ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യിച്ചിട്ട് കഴിഞ്ഞാൽ അവർ മൾട്ടിപ്ലൈ ചെയ്യും, പക്ഷേ വലുതാവില്ല. വലുതാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ജസ്റ്റ് സെലക്റ്റഡ് ആയിട്ട് ഒരു 8 പ്ലാന്റ്സ് അങ്ങനെ നമ്മൾ എടുത്തിട്ട് ഇതേ സൈസ് അക്വേറിയത്തിൽ പോട്ടിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല സ്പേസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഓരോ റൈസോമും വലിയ സൈസിലേക്ക് ഭീമൻ സൈസിലേക്ക് വലുതാവും. അപ്പോൾ അതിന് അക്വേറിയത്തിൽ സ്പേസ് വേണം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള അക്വേറിയത്തിൽ ലിമിറ്റഡ് ആയിട്ടുള്ള റൈസോംസ്, ലിമിറ്റഡ് ചെടികൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് അവർക്ക് വളരാനുള്ള സാഹചര്യം, അതായത് മീനുകളെ ഇട്ട് കൊടുക്കുക, തീറ്റ ഇട്ട് കൊടുക്കുക, സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ചെറിയ റൈസോമുകൾ അതിനകത്ത് നിന്ന് എക്സ്പാൻഡ് ആയി വലിയ സൈസിലേക്ക് വരും. ഇതുപോലെ നമ്മൾ തിങ്ങി നിറച്ച് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഗ്രോത്ത് വളരെ സ്ലോ ആയിരിക്കും. ഇത് ചെറിയ പ്ലാന്റ്സ് ആയിട്ട് തന്നെ നിൽക്കും. അവരൊരിക്കലും വലിയ സൈസിലേക്ക് വലുതാവില്ല. വലിയ സൈസിലേക്ക് വലുതാവണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സ്പേഷ്യസ് ആയിട്ടുള്ള അക്വേറിയത്തിൽ എണ്ണത്തിൽ കുറച്ച് നമ്മൾ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ റൈസോമും വലിയ സൈസിലേക്ക് വലുതായി വരും.
നമ്മുടെ കയ്യിലിപ്പോൾ തൽക്കാലത്തേക്ക് എക്സ്ട്രാ അക്വേറിയങ്ങളില്ല. ഭാവിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ജാവ ഫേണിൻ്റെ ആ ഒരു സംഭവം നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ അനൂബിയസ് നമ്മൾ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പക്ഷേ അതിനേക്കാളും ഏറ്റവും കൂടുതൽ എന്താ പറയുക ബൾക്കായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ജാവ ഫേണുകളാണ്. നമ്മുടെ അനൂബിയാസിൻ്റെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് ലിമിറ്റഡ് ആണ്. കാരണം ഇവർക്ക് 2 തരത്തിലുള്ള റീപ്രൊഡക്ഷൻ ഉണ്ട്, ആർട്ടിഫിഷ്യലും ഉണ്ട് നാച്ചുറലും ഉണ്ട്. എന്നാൽ അവർക്ക് ആർട്ടിഫിഷ്യലാണ് കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ളത്. അതായത് അനൂബിയാസിന് അതായത് റൈസോം കട്ട് ചെയ്ത് വെക്കുന്നത്, ഇവർക്ക് റൈസോം കട്ട് ചെയ്ത് വെക്കുന്നത് കൊണ്ട് നാച്ചുറലായിട്ട് ബേബി പ്ലാന്റ്സ് ഉണ്ടായി വന്ന് മദർ പ്ലാന്റിൽ നിന്ന് സെപ്പറേറ്റ് ആവുന്ന പ്രോസസ്സും ഈ ജാവ ഫേണുകൾക്കുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇതേ ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളെ ഒരു പേരിനെ ഇത് 2 എണ്ണത്തിലേക്ക് ഇട്ട് കൊടുത്ത് അക്വേറിയം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇവർക്ക് ഫീഡ് ചെയ്യുക, വാട്ടർ ക്വാളിറ്റി ചെക്ക് ചെയ്ത് ഒരു 30% അല്ലെങ്കിൽ 50% വെള്ളം മാറ്റി കൊടുക്കുക, അത്രമാത്രം ചെയ്താൽ മതി ഈ അക്വേറിയത്തിൻ്റെ മെയിൻ്റനൻസ് ആയിട്ട്. ജാവ ഫോൺ പല ആൾക്കാരും നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിടിച്ച് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. പിടിച്ച് കിട്ടാനായിട്ട് അങ്ങനെ ബുദ്ധിമുട്ടുള്ള ഒരു ചെടിയല്ല ഈ ഒരു ജാവ ഫോൺ എന്ന് പറയുന്നത്. വളരെ ഈസിയാണ് കെയറും കാര്യങ്ങളെല്ലാം. ലോ ലൈറ്റ് മതി ഈ ഒരു ചെടിക്ക്. അതുപോലെ തന്നെ പിന്നെ ന്യൂട്രിയൻസും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ വളർന്നോളും. നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് വെറൈറ്റികൾ മാത്രമേ കൈവശം വെക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുള്ളൂ. അതിലൊന്നാണ് ഈ ജാവ ഫോൺ, പിന്നെ അനൂബിയാസ്, പിന്നെ നമ്മുടെ സാൽവീനിയ, പിന്നെ ആമസോൺ സ്വാഡ് എന്ന് പറഞ്ഞ വെറൈറ്റി. അത് ഞാൻ വാങ്ങിയിട്ടില്ല. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക.